2026 IPL സീസണിലെ എല്ലാ ടീമുകളുടെയും ഓരോ മത്സരം വീതം കഴിയുമ്പോഴുള്ള പവർ റാങ്കിങ്ങിലേക്ക് നമുക്ക് നോക്കാം. ഇത് സ്പോർട്സ് മീഡിയയുടെ പവർ റാങ്കിങ് ആണ്. നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 10ാം സ്ഥാനം നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന് കൊടുക്കാം. ആദ്യ മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും മോശം തോൽവി ഏറ്റുവാങ്ങിയത് ചെന്നൈയാണ്. ബോളിംഗിലും ബാറ്റിംഗിലും അപ്പാടെ പാളിയ പെർഫോമൻസ് തന്നെയായിരുന്നു ചെന്നൈയുടേത്. സീസണിൽ 10ാം സ്ഥാനത്താണ് ചെന്നൈ. 9ാം സ്ഥാനം കൊടുക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ്. സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈയോടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തോൽക്കുന്നത്. ബാറ്റിംഗിൽ ഒരു പരിധിവരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും തീരെ മോശം ബോളിംഗ് പ്രകടനമാണ് കൊൽക്കത്ത കാഴ്ചവെക്കുന്നത്. പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനം കൊടുക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. ഹൈദരാബാദും ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരിനോട് തോൽവി വഴങ്ങുകയായിരുന്നു. കൊൽക്കത്തയെ പോലെ തന്നെ ബോളിംഗിൽ മോശം പ്രകടനമാണ് ഹൈദരാബാദും കാഴ്ചവെക്കുന്നത്. ബാറ്റിംഗിൽ ഇഷാൻ കിഷൻ, ക്ലാസൻ എന്നിവരുടെ മികച്ച പോരാട്ടത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും ബോളിംഗ് ഇല്ലാത്തതാണ് ഹൈദരാബാദിന്റെ പ്രശ്നം. പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനം നൽകുന്നത് ലക്നൗ സൂപ്പർ ജയൻസിനാണ്. ആദ്യ മത്സരത്തിൽ ഡൽഹിയുമായി പരാജയപ്പെടുകയായിരുന്നു ലക്നൗ. ബോളിംഗിലും ബാറ്റിംഗിലും ഒരു ടീം കോർഡിനേഷന്റെ കുറവ് ഇപ്പോൾ ലക്നൌവിനുണ്ട്. മികച്ചൊരു ടീം തന്നെയാണ്. വരും മത്സരങ്ങളിലെ പെർഫോമൻസ് വെച്ച് നോക്കിയാലേ അറിയാൻ കഴിയൂ. പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനം നൽകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനാണ്. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ 3 വിക്കറ്റിനാണ് ഗുജറാത്ത് പരാജയപ്പെടുന്നത്. മികച്ചൊരു ടീം തന്നെയാണ് ഗുജറാത്ത്, പക്ഷേ ഒരു ടീം കോർഡിനേഷൻ കാണാൻ സാധിച്ചിരുന്നില്ല. പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനമാണ് ഡൽഹി ക്യാപിറ്റൽസിന് നൽകുന്നത്. ആദ്യ മത്സരത്തിൽ ലക്നൌവിനെ 6 വിക്കറ്റിനാണ് ഡൽഹി പരാജയപ്പെടുത്തിയത്. മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു ഡൽഹിയുടേത്. ബാറ്റിംഗിൽ ടോപ്പ് ഓർഡറിൽ കുറച്ച് പ്രശ്നമുണ്ടെങ്കിൽ പോലും മികച്ച ബാറ്റിംഗുമായിരുന്നു ഡൽഹിയുടെ. 4ാം സ്ഥാനം നൽകുന്നത് പഞ്ചാബ് കിങ്സിനാണ്. ആദ്യ മത്സരത്തിൽ ഗുജറാത്തിനെ 3 വിക്കറ്റിനാണ് പഞ്ചാബ് പരാജയപ്പെടുത്തിയത്. ബോളിംഗിലും ബാറ്റിംഗിലും മികച്ചൊരു കോർഡിനേഷൻ പഞ്ചാബിനുണ്ട്. പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ്. നിലവിൽ 1ാം സ്ഥാനക്കാരാണ് രാജസ്ഥാൻ റോയൽസ്. ആദ്യ മത്സരത്തിൽ ചെന്നൈയെ 8 വിക്കറ്റിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. മികച്ചൊരു ബോളിംഗ് പ്രകടനം, ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു രാജസ്ഥാൻ നടത്തിയത്. 2ാം സ്ഥാനം കൊടുക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. മികച്ച ഒരു പ്രകടനമായിരുന്നു ആദ്യ മത്സരത്തിൽ മുംബൈ കാഴ്ചവെച്ചത്. മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണ് ഈ വർഷം മുംബൈ ഇറക്കിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയെയാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ് മിന്നും ഫോമിൽ കളിക്കുന്നതും മുംബൈക്ക് അനുകൂലമായി കാണുന്നു. പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ്. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെയാണ് ബാംഗ്ലൂർ പരാജയപ്പെടുത്തിയത്. വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ മികച്ച ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കപ്പടിക്കാനുള്ള ചാൻസ് ബാംഗ്ലൂരിനാണ് നൽകുന്നത്.